എന്തു നല്ലോർ സഖീശു പാപദുഃഖം വാഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 8-ാമത് വചനം. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു, തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു എന്ന വചനമാണ്. ഇവിടെ 2 അതിപ്രധാനമായ പ്രസ്താവന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ന്യായപ്രമാണത്തിനു വില കൊടുത്ത് നീതിയുടെ വശത്തുകൂടി നടക്കുന്ന ഒരു മനോഭാവമുള്ളവനായിരിക്കും എന്നും, മറ്റൊന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിപ്പാനും വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിൽ ജീവിപ്പാനും താൻ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ന്യായപ്രമാണത്തിന്റെയും വിശുദ്ധിയുടെയും വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനും ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിൽ വസിപ്പാനും ഭാഗ്യം ലഭിക്കുന്നവൻ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് മോശ ജനിപ്പാനിടയായി തീർന്നിട്ടുള്ളത്. അങ്ങനെ ജനിച്ച മോശ മിസ്രൈമിൽ വളർന്നു വരുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിന്റെ ആഴങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ആ യാഥാർത്ഥ്യങ്ങൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ 2 ആളുകൾ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ടപ്പോൾ അവരോട് കൃത്യമായ തലത്തിൽ സംസാരിക്കുന്ന മോശയുടെ വാക്കുകൾക്കകത്ത് കൃത്യമായി ന്യായത്തിനു വേണ്ടിയുള്ള തന്റെ വാക്കുകൾ കാണുവാൻ കഴിയുകയാണ്. ന്യായത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മോശയെ പിന്നത്തേതിൽ ലക്ഷക്കണക്കിന് വരുന്ന ജനസമുദ്രത്തെ മിസ്രൈമിൽ നിന്ന് അവരുടെ പിതാക്കന്മാരുടെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയും ആ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമായി തീരുവാൻ ദൈവം തന്നെ സഹായിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നേരോടും വിശുദ്ധിയോടും നിഷ്കളങ്കതയോടും കൂടി ജീവിച്ചു വരുന്ന ഒരു യോസേപ്പ് തന്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി പൊത്തിപ്പേറിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പൊത്തിപ്പേറിന്റെ ഭാര്യ പാപം ചെയ്യുവാൻ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് തന്നെ പിന്മാറ്റിക്കളയുവാനുള്ള ഒരിടപെടൽ നടത്തിയെങ്കിലും വിശുദ്ധി ജീവിതത്തിന്റെ പ്രാധാന്യത അർഹിക്കുന്ന വിഷയമെന്ന് മനസ്സിലാക്കി ജീവിച്ചു വന്ന ഈ യോസേപ്പിന്റെ ജീവിതത്തിൽ താൻ അശുദ്ധിയുടെ മാനദണ്ഡങ്ങളിലേക്ക് കടന്നു പോകാതെ തന്നെ തന്നെ വിശുദ്ധനാക്കേണ്ടതിന് തന്റെ മുമ്പിൽ വന്നതായ സാഹചര്യങ്ങളെ വിശുദ്ധി കൊണ്ട് നേരിടുവാൻ ഇടയായിത്തീർന്നു. അല്പമല്ലാത്ത വേദനകളും ദുഃഖങ്ങളും കാരാഗ്രഹവാസങ്ങളുമൊക്കെ യോസേപ്പിന്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു എങ്കിൽ പോലും പിന്നത്തേതിൽ
വിശുദ്ധിക്ക് വേണ്ടി നിലനിന്ന യോസേപ്പിന്റെ ജീവിതത്തിനകത്ത് അഭിവൃദ്ധികളും നന്മകളും രാജ്യത്തെ ഏറ്റവും വലിയ പദവികളും അനുഭവിച്ചുകൊണ്ട് ആ നിലകളിൽ താൻ എത്തിച്ചേർന്ന ചരിത്രവും വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ന്യായത്തിനു വേണ്ടി നാം നിൽക്കുകയും വിശുദ്ധ ജീവിതം നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത്യുന്നതനായ ദൈവം നമ്മെ ഉന്നതരും ശ്രേഷ്ഠരും അനുഗ്രഹീതരുമാക്കി തീർക്കുമെന്നും ആ നിലകളിൽ നന്മയുടെ വഴികളിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ന്യായത്തിനും വിശുദ്ധിക്കും വേണ്ടി നിൽക്കാം. അതിന് ദൈവം എന്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ദൈവവചന ചിന്ത കേട്ടവർക്കായി നന്ദി. ന്യായത്തിനു വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയും നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അത് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനും കാരണമാക്കി തീർക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.